അറിയാൻ സാധ്യതയുണ്ടാവും. എനിക്ക് ആളൊരു സെലിബ്രിറ്റി മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെയാണ്. ഇൻഫോം ചെയ്താരാ? അത് അപ്പുറത്തെ വീട്ടിലെ സാറാ. എത്ര മണിക്ക്? ഒരു 8 മണിയെ കാണും. ഡോർ അടഞ്ഞാണോ കിടന്നിരുന്നത്? അതെ സാർ, ബട്ട് ലോക്ക്ഡ് അല്ലായിരുന്നു. ഹോമിസൈഡോ ആക്സിഡന്റോ? It looks like homicide. ചെരുപ്പ് ഹൈ ഹീലാണ്. തെന്നി വീണതാവാൻ ചാൻസ് ഇല്ലേ? റെയർ ചാൻസ്. അത്രയും ശക്തിയായിട്ടാണ് ബാക്ക് ഹെഡ് ഇടിച്ചിട്ടുള്ളത്. തെന്നി വീണതാണെങ്കിലും ഓക്സിപിറ്റൽ ഫ്രാക്ചർ ഉണ്ടായ തീർന്നില്ലേ? ലെറ്റ്സ് വെയിറ്റ് ഫോർ ദി ഓട്ടോപ്സി റിപ്പോർട്ട്. എത്ര പേരുടെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്? പ്രധാനമായും 2 പേരുടെ. രണ്ടും സീം ടു ബി ഫീമെയിൽ. അപ്പോൾ മെയിൽ ഫിംഗർ പ്രിന്റ്സ് ഒന്നുമില്ലേ? ഇല്ലെന്നാ തോന്നുന്നത്. പിന്നെ ആ കോളിംഗ് ബെൽ സ്വിച്ചിലും ചുമരിലും കുറച്ച് ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. മേ ബി വിസിറ്റേഴ്സിൻ്റെ ആകാം. അപ്പോൾ ഓട്ടോപ്സിക്ക് വിടാല്ലേ സാർ? സാർ ലാപ്ടോപ്പും ടാബ്ലറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എത്ര നോക്കിയിട്ട് ഫോൺ മിസ്സിംഗ് ആണ്. ഫോൺ യൂസ് ചെയ്തിരുന്ന ആളാണ്? അല്ല, ചില സമയം ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഫോൺ യൂസ് ചെയ്യാറില്ലല്ലോ. അവരുടെ മാനേജേഴ്സും സെക്രട്ടറീസും ഒക്കെ അല്ലേ കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്യണം. ഷുവർ സാർ. ഈ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കിക്കല് എൻ്റെ ഒരു ശീലമാണ്. ഇന്നാണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നല്ലോ. ഈ ജനലിൽ കൂടി നേരെ നോക്കിയാൽ കാണാനാണ് എൻ്റെ മുറി. എന്നിട്ട് ഇവിടെ നിന്ന് നല്ല പാട്ട് ഒച്ചത്തിൽ കേൾക്കുമായിരുന്നു. അതൊരു പതിവാണ്. അങ്ങനെ എൻ്റെ കണ്ണൊന്ന് ആ ജനലിലേക്ക് പാളി. അതും ശീലമായിരിക്കും, പെമ്പിള്ളേരുള്ള വീടായതുകൊണ്ട്. അയ്യോ സാർ, ഈ പെമ്പിള്ളേരുള്ളതുകൊണ്ട് എൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴുണ്ടോ ഈ നിതാന്ത ജാഗ്രത. അതെ അതെ അതെ, ബാക്കി പറ. ഈ പാളി കിടക്കണ ജനലിലൂടെ ഒരു വട്ടം ഞാൻ കണ്ടു സാർ കിടക്കണത്. എൻ്റെ മനസ്സൊന്ന് പാളി, അല്ല കാളി. ഇങ്ങനെ ഒരു കിടപ്പ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല സാർ. ആരുടെ? ഒരു കമ്പെടുത്ത് ഞാൻ ആ ജനൽപ്പാളി ഒന്ന് മാറ്റിപ്പോയാണ് സാർ കണ്ടത്. ഓ, അപ്പം തന്നെ ഞാൻ ഹൗസ് ഓണറെ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചത്. എത്ര മണിക്കാ? ഒരു 8 മണിയായിട്ടുണ്ടാവും സാർ. 8 മണിക്കാണോ നിങ്ങൾ എഴുന്നേക്കുന്നത്? ഇന്നലെ ഇവർ കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാനും കിടക്കാൻ ലേറ്റായി. അപ്പം നിങ്ങൾ വെളുപ്പം കാലത്ത് ഇവിടുന്ന് ശബ്ദോ ബഹളോ ഒന്നും കേട്ടില്ലേ? അങ്ങനെയൊന്നും കേട്ടില്ല. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ സാർ. ഈ ഡെഡ് ബോഡി കാണാതെ എനിക്ക് പേടിയാ. ഞാൻ പുറത്ത് നിന്നോട്ടെ. നമ്മളൊക്കെ എന്നായാലും ഡെഡ് ആവേണ്ട ബോഡിയല്ലടോ. അല്ല സാർ, അപ്പോൾ നമ്മൾ ആ ബോഡി കാണുന്നില്ലല്ലോ. ഇപ്പോൾ പുറത്ത് നിൽക്കാൻ പറ്റുമോ? ചെല്ല്. ഓ ശരി സാർ, ഇനി മേലെ ഒളിഞ്ഞു നോക്കൂല. സാർ, ആ കൂടെയുള്ള കുട്ടിയെ ലൈന് കിട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ CDR എടുക്കണം. ഓക്കെ സാർ. മരിച്ച പെൺകുട്ടിയുടെ ഫോൺ ഉപയോഗിച്ചിരുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും എടുക്കണം. എന്നിട്ട് അവളുടെ ഫ്രീക്വന്റ് കോൾ ലിസ്റ്റിലുള്ള ആളുകളുടെ CDR എടുത്തിട്ട് എൻ്റെ മെയിലിലേക്ക് തന്നെ അയക്കണം ഇന്ന് തന്നെ. ഷുവർ സാർ.